#സേവ് ആലപ്പാട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് പരിചയമുള്ള ഫ്രണ്ട്സും കുറേയധികം സെലിബ്രിറ്റീസും #സേവ് ആലപ്പാട് എന്നൊരു ഹാഷ്ടാഗ് ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ കുറേയധികം സ്പ്രെഡ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ആലപ്പാട് ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളും അതിനെപ്പറ്റി അവയർനെസ് ജനറേറ്റ് ചെയ്യാനും അതിലേക്ക് ഒരു സൊല്യൂഷൻ കാണാനും മെയിൻ സ്ട്രീം മീഡിയയുടെ അറ്റൻഷനും ഗവൺമെന്റിന്റെ അറ്റൻഷനും ഒക്കെ ഇതിലേക്ക് പിടിച്ചു പറ്റാനുമായിട്ട് ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചപ്പോൾ എന്റെ ഫ്രണ്ട് സർക്കിളിലും പരിചയമുള്ളവരുടെ സംസാരിച്ചപ്പോൾ ആലപ്പാട് ബേസിക്കലി അവിടെ കരിമണൽ ഖനനം നടക്കുന്നുണ്ട് എന്നും അങ്ങനെ ഒരു മൈനിങ് നടക്കുന്നത് കൊണ്ട് അവിടെ ജീവിക്കുന്നവർക്ക് കുറേയധികം പ്രശ്നങ്ങളുണ്ട്, അവരുടെ ലാൻഡ് നഷ്ടപ്പെടുന്നുണ്ട്, വെള്ളം കയറുന്നുണ്ട് എന്നതിൽ പരമായിട്ട് ആക്ച്വലി എന്താണ് അവിടെ പ്രശ്നമെന്നും സ്റ്റാറ്റിസ്റ്റിക്കലി എത്ര പ്രശ്നങ്ങൾ എത്ര വലിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കുറേ അധികം ആൾക്കാർക്കും അറിയില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ എല്ലാ കാര്യങ്ങളെ പറ്റിയും വളരെ ഡേറ്റ വെച്ച് നല്ല എക്സാമ്പിൾസ് വെച്ച് വീഡിയോ ചെയ്യുമ്പോൾ ഈ ഒരു വിഷയത്തെ പറ്റിയും സ്റ്റാറ്റിസ്റ്റിക്കലി സംസാരിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് അവിടെ എത്ര വലിയ പ്രശ്നമാണ് ഉള്ളത് എന്ന് എത്തിക്കണം എന്നുള്ളത് എൻ്റെ കടമയാണ് എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ആക്ച്വലി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജി NIIST ട്രിവാൻഡ്രം ഇതിനെപ്പറ്റി ഒരു വളരെ കോംപ്രിഹെൻസീവ് ഓൾമോസ്റ്റ് 4 to 5 ഇയേഴ്സിന്റെ ഒരു സ്റ്റഡി ആലപ്പാടും പരിസര പ്രദേശങ്ങളിലും പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു റിപ്പോർട്ട് IREL സബ്മിറ്റും ചെയ്തിട്ടുണ്ട്. ഇതിന്റെ PDF നമുക്ക് ഓൺലൈൻ അവൈലബിൾ ആണ്. 230 പേജാണ് ഇതിലുള്ളത്. ഈ ഒരു PDFന്റെ ലിങ്ക് ഞാൻ താഴെ, നിങ്ങൾ യൂട്യൂബിലാണ് വീഡിയോ കാണുന്നത് എങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്കും ഡൗൺലോഡ് ചെയ്ത് വായിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് എല്ലാവർക്കും ഇത് വളരെ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് ഏറ്റവും ആദ്യം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം എന്തൊക്കെയാണ് ഈ പ്രോബ്ലംസ് ഉണ്ടാക്കിയ കാരണങ്ങൾ, കോസസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കൺക്ലൂഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഏറ്റവും അവസാനം ഒരു മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും എന്തൊക്കെ സൊല്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റാം എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അപ്പോൾ ഈ വീഡിയോ മുഴുവനായും ശ്രദ്ധിച്ചും കാണുക, മാക്സിമം ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. നമ്മൾ നേരിടുന്ന ഈ ഒരു വലിയ പ്രശ്നത്തെ പറ്റി ആക്ച്വലി സത്യങ്ങളും സ്റ്റാറ്റിസ്റ്റിക്സും മനസ്സിലാക്കാനായിട്ട്. ദ നെയിം ഈസ് ഷാരിഖ് ഷംസുദ്ദീൻ. വെൽക്കം ടു അനദർ വീഡിയോ. ഏറ്റവും ആദ്യം അവിടെ ജീവിക്കുന്നവർ നേരിടുന്ന പ്രശ്നങ്ങളും അവിടെ ആക്ച്വലി എക്സിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസും അതിന്റെ ഡേറ്റയും നമുക്കൊന്ന് നോക്കാം. കൊല്ലം ജില്ലയിലെ തീരദേശ പ്രദേശമായ ആലപ്പാടിനും ചവറയുടെയും ഇടയ്ക്കുള്ള ആൾക്കാരുടെ ജീവിതം ആക്ച്വലി വളരെ അധികം ദുസ്സഹമായി തീർന്നിരിക്കുകയാണ്. അവർക്ക് ജീവിക്കാൻ സ്ഥലമില്ലാതായിരിക്കുന്നു, അവർക്ക് കുടിക്കാൻ ഫ്രഷ് ഡ്രിങ്കിങ് വാട്ടർ കിട്ടാതായിരിക്കുന്നു, അവരുടെ ജീവനമാർഗമായ മത്സ്യബന്ധനം, മീൻ പിടിക്കാൻ പോകുമ്പോൾ അവർക്ക് മീനും അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു വിഭവശേഷിയും ഇന്ന് അവിടെ ഇല്ലാതായി തീർന്നിരിക്കുന്നു. അങ്ങനെ അവരുടെ സ്വന്തം നാട്ടിൽ അവർക്ക് ജീവിക്കാൻ പറ്റാതായിട്ട് അവർക്ക് പുറം നാട്ടിലേക്ക് പോകേണ്ടി വരുന്നു. അവരെ ഇവാക്യുവേറ്റ് ചെയ്യുകയാണ്, അവരെ പല സ്ഥലങ്ങളിലേക്കും പറഞ്ഞു വിടുകയാണ്. അങ്ങനെ പറഞ്ഞു വിടുമ്പോഴും അവർക്ക് ആക്ച്വലി നല്ല കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല. കോമ്പൻസേഷൻ കൊടുക്കുന്നെങ്കിൽ തന്നെ അതൊന്നിനും തന്നെ തികയുന്നുമില്ല. ഇനി കുറച്ച് ആക്ച്വൽ ഡേറ്റയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ആലപ്പാട് എന്നൊരു വില്ലേജിൽ മാത്രം 6000 ഫാമിലീസ് ആണ് ഇതുവരെ ഇവാക്യുവേറ്റ് ചെയ്തിരിക്കുന്നത്. 6000 കുടുംബങ്ങൾ. ഒന്ന് ഇമാജിൻ ചെയ്യാൻ പോലും നമുക്ക് പറ്റുമോ? പന്മന എന്ന വില്ലേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അവിടെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഇവാക്യുവേഷൻ നടത്തിയിട്ട് ഇപ്പോൾ അവിടെ പോവുകയാണെങ്കിൽ വളരെ അതിശക്തമായിട്ട് അബാൻഡൻഡ് ആയിട്ടുള്ള വീടുകളും സ്കൂളുകളും അമ്പലങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കോവിൽത്തോട്ടം എന്നൊരു വില്ലേജിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ കോവിൽത്തോട്ടത്തിൽ 2010 കുറെ അധികം ഫാമിലീസിന് ഇവാക്യുവേറ്റ് ചെയ്തു. എന്ത് പറഞ്ഞിട്ട്? 3 വർഷത്തിൽ അവിടുത്തെ മൈനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് അവരുടെ സ്ഥലം തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് 2010 അവർ ഇവാക്യുവേറ്റ് ചെയ്തു. ഇന്ന് 8 വർഷങ്ങൾ കഴിഞ്ഞ്, അല്ല ഇൻഫാക്ട് 9 വർഷം കഴിഞ്ഞ് ഇന്ന് 2019 ആയിട്ടും അവർക്ക് അവരുടെ സ്ഥലം തിരിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ അവിടെ നിന്ന് 23 കിലോമീറ്റർ ആണ് നമ്മുടെ കോസ്റ്റൽ റീജിയൻ, തീരദേശ പ്രദേശം ഇങ്ങനെ ഒരു ഇവാക്യുവേഷൻ എന്ന് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയും സ്റ്റാറ്റിസ്റ്റിക്കലി പറയുകയാണെങ്കിൽ ആലപ്പാട് എന്ന ഗ്രാമം 1955 സർവേ അനുസരിച്ചാണ് എങ്കിൽ 89.5 സ്ക്വയർ കിലോമീറ്റർ ആയിരുന്നു ആലപ്പാട് ഗ്രാമത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. എന്നാൽ അത് ഇന്ന് 8 സ്ക്വയർ കിലോമീറ്റർ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ്. 90% സൈസ് റിഡക്ഷൻ ആണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. 7 കിലോമീറ്റർ ആണ് കടൽ അകത്തേക്ക് വന്നിരിക്കുന്നത്. ഇന്ന് ചില സ്ഥലങ്ങളിൽ വെറും കുറച്ച് മീറ്റേഴ്സ് മാത്രമാണ് കടലും കായലും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. നേരത്തെ സുനാമി വന്നപ്പോൾ ഏറ്റവും കൂടുതൽ അഫക്റ്റ് ആയിരുന്നതും ഈ ആലപ്പാട് എന്നൊരു ഗ്രാമമായിരുന്നു. ഇങ്ങനെ പല അധികം പ്രശ്നങ്ങളായിട്ട് ഇവിടെ
മൈനിങ് എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ഖനനം നടക്കുന്നത് കൊണ്ട്, മൈനിങ് നടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണ്. സ്വന്തം നാട് വിട്ട് അവിടുത്തെ ആൾക്കാർക്ക് പോകേണ്ടി വരികയാണ്. അവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിരിക്കുകയാണ്. അങ്ങനെ കഴിഞ്ഞ നവംബർ മുതൽ ഒരു ഇൻഡെഫിനിറ്റ് സ്ട്രൈക്ക് തുടങ്ങിയിരിക്കുകയാണ്. അവിടെ ജീവിക്കുന്ന സാധാരണക്കാരെ ഈ ഖനനം നടക്കുന്ന രണ്ട് പബ്ലിക് സെക്ടർ കമ്പനീസിന് അഗേൻസ്റ്റ് ആയിട്ട്. കോസസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ ഐ എം ഷുവർ നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും. രണ്ട് പബ്ലിക് സെക്ടർ കമ്പനീസിന്റെ എക്സ്റ്റെൻസീവ് മൈനിങ് കാരണമാണ് അവിടെ പ്രശ്നങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ഈ രണ്ട് കമ്പനീസ് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒന്ന് IREL ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് എന്ന കമ്പനിയും, അത് സെൻട്രൽ ഗവൺമെന്റ് ബേസ്ഡ് കമ്പനിയാണ്. രണ്ട് KMML കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് നമ്മുടെ സ്റ്റേറ്റ് ഗവൺമെന്റ് റൺ കമ്പനിയാണ്. ഈ രണ്ട് കമ്പനീസും വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ഖനനം നടത്തുന്നത് കൊണ്ടാണ് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ എന്താണ് ഇവിടെ ഖനിച്ചുകൊണ്ടിരിക്കുന്നത്, എന്തിന്റെ മൈനിങ് ആണ് ഇവിടെ നടക്കുന്നത്, ഈ മൈൻ ചെയ്തെടുക്കുന്ന സാധനങ്ങൾ എവിടെയാണ് ഉപയോഗിക്കുന്നത് എന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ ആക്ച്വലി മൈനിങ് ഡേറ്റയിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റിയത് ഇൽമനൈറ്റ്, മോണസൈറ്റ്, റൂട്ടൈൽ, സിർക്കോൺ, ല്യൂക്കോക്സിൻ, സിൽമനൈറ്റ്, ഗാർനെറ്റ് എന്നീ സാധനങ്ങളാണ് അവിടെ നിന്ന് മൈൻ ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇൽമനൈറ്റിന്റെയും മൊണസൈറ്റിന്റെയും ആണ്. ഇൽമനൈറ്റ് എന്ന് പറയുന്നത് ടൈറ്റാനിയത്തിന്റെയും ടൈറ്റാനിയം ഡയോക്സൈഡിന്റെയും ഓറാണ്. അതായത് ഇൽമനൈറ്റിൽ നിന്നാണ് നമുക്ക് ടൈറ്റാനിയം ഡയോക്സൈഡും കിട്ടുന്നത്. ടൈറ്റാനിയം ഉപയോഗിക്കുന്നത് കൂടുതലും സ്പേസ് ക്രാഫ്റ്റിന്റെയും എയർക്രാഫ്റ്റിന്റെയും എല്ലാം മാനുഫാക്ചറിംഗിലാണ്. ടൈറ്റാനിയം ഡയോക്സൈഡ് എന്ന് പറയുന്നത് പെയിന്റ്സിലും കോട്ടിങ്സിലും അതുപോലെയുള്ള സാധനങ്ങളിലാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. മൊണസൈറ്റ് എന്ന് പറയുന്നത് തോറിയത്തിന്റെ ഓറാണ്. പക്ഷെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് കാര്യം ഇവിടെ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നത്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കൂടുതൽ സാധനങ്ങൾ നമുക്ക് ഇന്ത്യയിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ്. ഇതിൽ കൂടുതൽ സാധനങ്ങൾ നമ്മൾ എക്സ്പോർട്ട് ആണ് ചെയ്യുന്നത്. എക്സ്പോർട്ട് ചെയ്തിട്ട് ഫോറിൻ കമ്പനീസ് ആണ് ഇത് പ്രോസസ്സ് ചെയ്ത് മുന്നിലേക്ക് വിൽക്കുന്നതും ഇതിന്റെ മേജർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് ഉണ്ടാക്കുന്നത് ഫോറിൻ കമ്പനീസ് ആണ്. 1920കളിലാണ് ഇത്രയധികം മിനറൽസും ഓർസും ഇവിടെ ഈ ഒരു പ്രദേശത്ത് അവൈലബിൾ ആണ് എന്നുള്ളത് കണ്ടുപിടിക്കുന്നത്. 1968 മുതൽ തന്നെ KMML-ഉം IREL-ഉം എല്ലാം ഇവിടെ മൈനിങ് തുടങ്ങിയിട്ടുമുണ്ട്. 1995 ആയപ്പോൾ പല ഫോറിൻ കമ്പനീസ് തന്നെ ഡയറക്ട്ലി ഇവിടെ വന്ന് മൈനിങ് ചെയ്യണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. ബട്ട് അന്ന് മുതൽ തന്നെ അവിടെയുള്ള ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ വളരെ ശക്തമായിട്ടുള്ള റെസിസ്റ്റൻസ് കാരണമാണ് അന്നേ അത് നടക്കാതെ പോയത്. അതായത് ഗ്ലോബലി നോക്കുകയാണെങ്കിൽ പല മിനറൽസിനും ഒരു വളരെ ശക്തമായിട്ടുള്ള ഹോട്ട്സ്പോട്ട് ആണ് ഈ ആലപ്പാടും അതിനുള്ള പരിസര പ്രദേശങ്ങളും എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ വളരെ നാച്ചുറലി നമുക്ക് ഉണ്ടാകാവുന്ന ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ, രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇങ്ങനെയുള്ള മിനറൽസ് എടുക്കുന്നുണ്ട്, അത് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അതിൽ നിന്ന് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് എങ്കിൽ എങ്ങനെയാണ് ഇവർക്ക് ഗവൺമെന്റ് ക്ലിയറൻസ് കിട്ടുന്നത്, എങ്ങനെയാണ് ഇവർക്ക് ഒരു പെർമിഷൻ കിട്ടുന്നത് ഇങ്ങനെ മൈനിങ് നടത്താനുള്ളത് എന്നൊരു ഡൗട്ട് നമുക്ക് ഉണ്ടാകാം. എന്നാൽ ഇവിടെ വളരെ വിഷമമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗവൺമെന്റിന്റെയും നമ്മുടെ ഹൈക്കോർട്ടിന്റെയും ഓൾമോസ്റ്റ് എല്ലാ ക്ലിയറൻസസും കിട്ടിയിട്ടാണ് ഈ രണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളും ഇവിടെ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിന്റെ ആവശ്യകതയും വന്നിരിക്കുന്നത്. അവിടെയുള്ളവർ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളും അവരുടെ കൂടെ ചേർന്നിട്ട് ഇങ്ങനെ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ നടത്തിക്കൊണ്ട് ഈ ഒരു പ്രശ്നത്തിന്റെ ആ ഒരു എന്താ പറയാ സ്ട്രെങ്ത് ഗവൺമെന്റിലേക്ക് എത്തിച്ചു കൊടുക്കാനും മെയിൻ സ്ട്രീം മീഡിയനെ കൊണ്ട് ഈ ഒരു പ്രശ്നത്തെ ചർച്ചാ വിഷയമാക്കാനുമാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഗവൺമെന്റ് ക്ലിയറൻസസ് എല്ലാം കിട്ടിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോഴാണ് ഞാൻ ആക്ച്വലി ക്യൂരിയസ് ആയത്. അതായത് ഇത്ര അധികം പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായപ്പോഴും എങ്ങനെയാണ് ഗവൺമെന്റിന് ക്ലിയറൻസ് കൊടുക്കാൻ പറ്റുക, അപ്പോൾ എന്തെങ്കിലും സ്റ്റഡി അവിടെ നടന്നിട്ടുണ്ടായില്ലേ എന്നൊരു തോട്ട് എനിക്ക് വന്നു. അങ്ങനെയാണ് ഞാൻ ഗൂഗിൾ ചെയ്തതും ഈ ഒരു PDF, ഈ ഒരു സ്റ്റഡിയുടെ PDF എനിക്ക് കിട്ടുന്നതും. NIIST, ഞാൻ പറഞ്ഞതുപോലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്റർ ഡിസിപ്ലിനറി സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഒരു സ്റ്റഡിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതും IREL ഇന്ത്യൻ റെയർ എർത്ത് ലിമിറ്റഡ് ആണ് അവരെ അപ്പോയിന്റ് ചെയ്തത്. 2013 മുതൽ 2017 വരെ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് അവിടെ ചെന്നിട്ട് ഫീൽഡിൽ നടന്നിട്ടുള്ള സർവീസും സ്റ്റഡീസും നടത്തിയിട്ടാണ് അവര് ഇതിന്റെ ഒരു റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. IREL-ന്റെ മൈനിങ് പ്രവർത്തനങ്ങൾ കാരണം ആ ഒരു റീജിയനിൽ ഉണ്ടായിരിക്കുന്ന എൻവയോൺമെന്റ് ഇമ്പാക്ട് അസസ്മെന്റ് ആണ് ഈ സ്റ്റഡിയിലൂടെ നടന്നിരിക്കുന്നത്. അവിടെ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത്, പ്രശ്നങ്ങളെ സോൾവ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നിട്ടുള്ള വളരെ ഒരു കോംപ്രിഹെൻസീവ് സ്റ്റഡിയാണ് ഇതിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ അവിടെയുള്ള എയറിന്റെ, വാട്ടറിന്റെ, നോയ്സിന്റെ, എക്കോളജിയുടെ, അതായത് ഫ്ലോറ, ഫോണ, വെജിറ്റേഷന്റെ, അവിടെയുള്ള ആൾക്കാരുടെ ജീവിതത്തിന്റെ കണ്ടീഷന്റെ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു സ്റ്റഡിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റഡി നടത്താനായിട്ട് അവിടെ മൈനിങ് അനുവദിച്ചു കൊടുത്തിരിക്കുന്ന 180 ഹെക്ടേഴ്സ്, 180 ഹെക്ടേഴ്സിനെ കോർ സോൺ എന്നവര് വിളിക്കുകയും അതിനു ചുറ്റുമുള്ള 10 കിലോമീറ്റർ
കിലോമീറ്റർ റീജിയനെ ബഫർ സോൺ എന്ന് കൺസിഡർ ചെയ്തിട്ടുമാണ് ആക്ച്വലി സ്റ്റഡി നടത്തിയിരിക്കുന്നത്. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഈ ഒരു സ്റ്റഡിയിൽ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും വളരെ നന്നായിട്ട് അവർ കവർ ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യങ്ങളെയും ഡേറ്റ വെച്ചും മൾട്ടിപ്പിൾ ലൊക്കേഷൻസിൽ നിന്ന് ഡേറ്റ കളക്ട് ചെയ്തിട്ട് വളരെ നിഷ്പക്ഷമായിട്ട് അവർ സ്റ്റഡി ചെയ്തിട്ടുണ്ട്. സാറ്റലൈറ്റ് ഡേറ്റ വെച്ചിട്ട് ലാൻഡ് എത്രമാത്രം അക്രോസ് ദി ഇയേഴ്സ് നഷ്ടമായിട്ടുണ്ട് എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. എത്രമാത്രം സ്ഥലമാണ് ഇറോഡ് ആയിട്ടും എത്രമാത്രം സ്ഥലമാണ് കടൽ അടിച്ചു കയറിയിട്ട് നഷ്ടപ്പെട്ടിട്ട് ഉണ്ട് എന്നുള്ളതിനെ പറ്റി വളരെ നിഷ്പക്ഷമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡേറ്റ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. വാട്ടർ ക്വാളിറ്റി, അവിടെ നമുക്ക് കുടിക്കുന്ന ഡ്രിങ്കിങ് വാട്ടറിന്റെ ക്വാളിറ്റിയും അവിടെ എക്സിസ്റ്റ് ചെയ്യുന്ന വാട്ടർ ബോഡീസും എത്ര ശക്തമായിട്ട് പൊല്യൂട്ട് ആയിട്ടുണ്ട് എന്നും വാട്ടർ ക്വാളിറ്റി ഡ്രോപ്പ് ആയിട്ടുണ്ട് എന്നതിനെ പറ്റിയുള്ള സ്റ്റഡീസും അവർ നടത്തിയിട്ടുണ്ട്. അതിന്റെ ഡേറ്റ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവിടെയുള്ള ഫോണയും ഫ്ലോറയും വെജിറ്റേഷനും എക്കോളജിയും എത്ര ശക്തമായിട്ട് നശിച്ചിട്ടുണ്ട് എന്നുള്ളത്, ഓരോ സ്പീഷീസിനെയും എടുത്തിട്ട് ഓരോ സ്പീഷീസും എങ്ങനെ എഫക്ട് ആയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റി അവർ സ്റ്റഡി നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് അവരുടെ മേജർ ജീവിത മാർഗമായ മത്സ്യബന്ധനം എങ്ങനെ എഫക്ട് ആയിട്ടുണ്ട് എന്ന് അവർ കാണിച്ചു തരുന്നുണ്ട്. അതുപോലെ തന്നെ IREL പലപ്പോഴും ഇവാക്യുവേറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പർ ആയിട്ടുള്ള കോമ്പൻസേഷൻ കൊടുക്കുന്നില്ല എന്നുള്ളത്, അതായത് സ്ഥലത്തിന് നല്ല വാല്യൂ കൊടുക്കുന്നില്ല എന്നുള്ളതിനെ പറ്റിയും സ്റ്റഡിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ തൊഴിലില്ലായ്മ ഉണ്ടായപ്പോൾ അങ്ങനെ തൊഴിൽ രഹിതരായിട്ടുള്ള ആൾക്കാർക്ക് IREL എങ്ങനെ ജോബ് കൊടുത്തിട്ടില്ല എന്നും എങ്ങനെയാണ് അവരെ കൂടി ഈ ഒരു പ്രവർത്തനങ്ങളിലേക്ക് ഉൾപ്പെടുത്തേണ്ടതുള്ളത് എന്നും ഈ ഒരു റിപ്പോർട്ടിൽ അവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റഡി കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് അവിടെയുള്ള കണ്ടൽ കാടുകൾ, മാൻഗ്രൂവ്സ് എത്ര ശക്തമായിട്ടാണ് ഡിപ്ലീറ്റ് ആയിരിക്കുന്നത് എന്നുള്ളത്. അതുപോലെ തന്നെ ആ റീജിയനിലെ ട്രാഫിക് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ വളരെ ശക്തമായിട്ട് കൂടിയിട്ടുണ്ട് എന്നും ട്രക്സ് കുറെ അധികം അവിടെ മൂവ് ചെയ്യുന്നുണ്ട് എന്നും അതുകൊണ്ട് തന്നെ പലവിധ പ്രശ്നങ്ങൾ ആൾക്കാർക്ക് ഉണ്ടാകുന്നുള്ളതും ഈ ഒരു റിപ്പോർട്ടിൽ കാണിക്കുന്നുണ്ട്. വേറൊരു കാര്യം ഈ റിപ്പോർട്ട് പറയുന്നത് എയർ ക്വാളിറ്റി ശക്തമായിട്ട് ഇവിടെ ഡിറ്റീരിയോറേറ്റ് ചെയ്തിട്ടില്ല. CPCB സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറയുന്ന ആ ഒരു ലിമിറ്റിനകത്താണ് ഇപ്പോഴും അവിടുത്തെ എയർ ക്വാളിറ്റി ഉള്ളത് എന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളെ പറ്റി വളരെ വിശദമായിട്ടുള്ള ഒരു സ്റ്റഡി ഇവിടെ നടന്നിട്ടുണ്ട്. എന്തൊക്കെ പ്രശ്നങ്ങൾ എന്നുള്ളത് ഇവര് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സ്റ്റഡിയിൽ കുറെ അധികം സൊല്യൂഷൻസും ഇവർ മുന്നിലേക്ക് വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവിടുത്തെ ലോക്കൽ കമ്മ്യൂണിറ്റിയെ ഈ ഒരു പ്രോസസ്സിലേക്ക് ഇൻവോൾവ് ചെയ്യിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് നല്ല കോമ്പൻസേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് ഡ്രിങ്കിങ് വാട്ടർ അവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടത്, എങ്ങനെയാണ് നല്ല റീഹാബിലിറ്റേഷൻ പ്രോഗ്രാംസ് അവർക്ക് കൊടുക്കേണ്ടത്, അതുപോലെ തന്നെ ഏതൊക്കെ റീജിയനിൽ എങ്ങനെയൊക്കെ കണ്ടൽ കാടുകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും, എങ്ങനെ നല്ല ട്രാഫിക് റൂട്ട്സ് പ്ലാൻ ചെയ്തിട്ട് അവിടെ ലോക്കൽ കമ്മ്യൂണിറ്റിനെ വളരെ ശക്തമായിട്ട് അഫക്ട് ചെയ്യാതെ എങ്ങനെ ഈ ഒരു ഡെവലപ്മെന്റ് പ്ലാനിങ് നടത്താൻ പറ്റും എന്നൊക്കെ ഈ ഒരു സ്റ്റഡിയിൽ പറയുന്നുണ്ട്. വളരെ വലിയൊരു റിപ്പോർട്ടാണ്. ഈച്ച് ആൻഡ് എവറി വേർഡ് ഞാനും വായിച്ചിട്ടില്ല. ആദ്യം മുതൽ അവസാനം വരെ ചെറിയൊരു ഗ്ലാൻസ് നടത്തി പിന്നെ കൺക്ലൂഷൻ നന്നായിട്ടൊന്ന് വായിച്ചു. അതിൽ നിന്നാണ് ഇത്രമാത്രം ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ ദയവായി ആ ഡേറ്റ കംപ്ലീറ്റ്ലി നിങ്ങൾ വായിക്കുക, മനസ്സിലാക്കുക, മാക്സിമം ആൾക്കാരിലേക്ക് എന്നിട്ട് പറഞ്ഞും കൊടുക്കുക. ആക്ച്വലി അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് അങ്ങനെയാണ് ഒരു റിയൽ അവയർനെസ് നമുക്ക് റേസ് ചെയ്യാൻ പറ്റുക. അപ്പോഴാണ് ഈ ഒരു #സേവ് ആലപ്പാട് എന്നുള്ള ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിന് റിയൽ ജസ്റ്റിസ് നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന സൊല്യൂഷൻസും ഈ ഒരു സോഷ്യൽ മീഡിയ ക്യാമ്പയിനിലൂടെ ഗവൺമെന്റിലേക്ക് നമ്മൾ ഇത് എത്തിക്കുന്നതിലൂടെയും നമ്മൾ അറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരു മാക്രോ ലെവലിലുള്ള സൊല്യൂഷൻ ആണ്. അതായത് മേജർലി ആ ഒരു റീജിയനിൽ ഒരു എന്ത് സൊല്യൂഷൻ ഉണ്ടാക്കാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ഇത് നമ്മളെല്ലാവരും, ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള നമ്മളെല്ലാവരും ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കാണുക. അതായത് നമ്മുടെ ചുറ്റുമുള്ള ക്ലൈമറ്റ് ചേഞ്ച് റിയൽ ആണെന്നും സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എത്ര ശക്തമായിട്ട് നമ്മൾക്ക് വേണമെന്നുള്ളതിന്റെ ഒരു ആവശ്യകതയും നമ്മൾ മനസ്സിലാക്കുക. ഡൊണാൾഡ് ട്രംപിനെ പോലുള്ളവരൊക്കെ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട് ക്ലൈമറ്റ് ചേഞ്ച് എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരു ഹോക്സ് ആണ്. പലരും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഇല്ലാത്തൊരു കോൺസ്പിറസി തിയറിയാണ് ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പലരും വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അങ്ങനെയല്ല എന്നും ക്ലൈമറ്റ് ചേഞ്ച് ആക്ച്വലി നടക്കുന്നുണ്ട് എന്നും നമ്മുടെ മുൻപിൽ, നമ്മുടെ കൺമുന്നിലുള്ള ആൾക്കാരെ ആക്ച്വലി അഫക്ട് ആകുന്നുണ്ട് എന്നും നാളെ ഇതേ പ്രശ്നം നമ്മൾക്കും നേരിടാം എന്നുമുള്ളൊരു റിയലൈസേഷൻ നമുക്ക് ഉണ്ടാകണം. ഇത് പറയാൻ എളുപ്പമാണ്. നിങ്ങൾക്ക് പറയാൻ പറ്റും ഞാനും ഒരു പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്, ഞാനൊരു പ്രീച്ചർ അല്ലേ എന്ന് നിങ്ങൾക്കും ചോദിക്കാൻ പറ്റും. അപ്പോൾ ഞാനും നിങ്ങളും ഉൾപ്പെടുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ മൈനർ ചേഞ്ചസ് കൊണ്ടുവന്നിട്ട് നമ്മൾ കുറെ കൂടി എൻവയോൺമെന്റലി കൺസേൺഡ് ആയിട്ട് ചേഞ്ചസ് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയാണെങ്കിൽ ഐ ആം ഷുവർ ഒരു മാക്രോ ലെവലിൽ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റും. കാരണം ഞാൻ മുൻപും പറഞ്ഞിട്ടുള്ളതാണ്, ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ മാറുമ്പോൾ എന്റെ കുടുംബം മാറും, എന്റെ കുടുംബം മാറുമ്പോൾ നമ്മുടെ സൊസൈറ്റിയിലെ ചേഞ്ചസ് വരും, നമ്മുടെ സൊസൈറ്റിയിൽ ചേഞ്ചസ് വരുമ്പോൾ അത് നമ്മുടെ രാജ്യത്തും ഒരു മാക്രോ ലെവലിലും ചേഞ്ചസ് കൊണ്ടുവരാൻ തീർച്ചയായും പറ്റുന്നതാണ്. നമ്മുടെ ലോകത്ത്
തന്നെ ഡെവലപ്മെന്റ് വേണം എന്നുള്ളതും ഹ്യൂമൻ റേസ് മുന്നോട്ട് പോകണം എന്നുള്ളതും അത്യന്താപേക്ഷികമാണ്, തീർച്ചയായും സംഭവിക്കേണ്ടതാണ്. പക്ഷേ ഡെവലപ്മെന്റിന് പിന്നിൽ നമ്മൾ ഓടുമ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് അല്ലാത്തത് എല്ലാം നമ്മുടെ നാശത്തിലേക്ക് മാത്രമാണുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ തന്നെ അഫക്ട് ചെയ്തുകൊണ്ട് നമ്മളെ തന്നെ കുഴിയിലേക്ക് ഇട്ടുകൊണ്ടുള്ള ഡെവലപ്മെന്റ് ഒരിക്കലും നമ്മുടെ നല്ലതിലേക്കുള്ളതല്ല. അപ്പോൾ ഏറ്റവും അവസാനമായിട്ട് കൺക്ലൂഡ് ചെയ്യാനായിട്ട് എനിക്ക് പറയാനുള്ളത് #സേവ് ആലപ്പാട് എന്നുള്ളത് ഒരു വളരെ മാതൃകാപരമായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ആണ്. നമ്മൾ എല്ലാവരും തന്നെ അതിന്റെ പാർട്ട് ആകേണ്ടതാണ്. അതിനോടൊപ്പം തന്നെ അത് ഷെയർ ചെയ്യുമ്പോൾ അതിനെ പറ്റിയുള്ള ആക്ച്വൽ ഇൻഫർമേഷൻ നമ്മൾക്ക് എല്ലാവർക്കും ഉണ്ടാകേണ്ടതുണ്ട്. ഈ ഒരു ആക്ച്വൽ ഇൻഫർമേഷൻ എല്ലാവരിലേക്കും നമ്മൾ എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ എത്തിച്ചു കൊടുക്കുന്നതിനോടൊപ്പം ഞാൻ പറഞ്ഞതുപോലെ ചെറുതായിട്ടെങ്കിലും നമ്മുടെ ലൈഫിൽ ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ കാണുക. അല്ലാതെ ഒരു സെലക്ടീവ് ബയാസ് ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇത് കാണുമ്പോൾ ഒരു ഷെയറിന്റെ ബട്ടൺ വെറുതെ നെക്കിയിട്ട് പോയിട്ട് പിന്നെയും പഴയ ലൈഫിലേക്ക് പോവുകയും ഇതിനെപ്പറ്റി കൺസേൺഡ് ആവാതിരിക്കുകയും ഇതിനെ പറ്റി മറന്നു പോവുകയും ചെയ്യുന്നതിൽ യാതൊരുവിധ പോയിന്റുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഐ ഓപ്പണിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഇതിനെ നമ്മൾ എടുക്കേണ്ട ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആലപ്പാട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ട്രൈക്ക് വിജയകരമാകാനും ഗവൺമെന്റ് ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ചിന്തിക്കാനും എന്തെങ്കിലും പ്രിവെന്റീവ് മെഷർ എടുക്കാനും നമ്മൾക്കും എല്ലാവർക്കും തന്നെ ശ്രമിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. ഈ വീഡിയോ ലൈക്ക് ചെയ്യുന്നതും ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇമ്പോർട്ടന്റ് വീഡിയോ ഷെയർ ചെയ്യാൻ ഞാൻ പറയുന്നില്ല. ഇതിനെപ്പറ്റി ഇൻഫർമേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിൽ മാക്സിമം ആൾക്കാരിലേക്ക് ഈ ഇൻഫർമേഷൻ എത്തിച്ചു കൊടുക്കുക. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.